പാർക്കിംഗ് ആദ്യം 20 ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് 30. മതിയായ സെക്യൂരിറ്റി ഒന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് കൊണ്ടുവച്ചിട്ട് പോകുന്നേ ഉള്ളൂ. അർജൻസി കാരണം കൊണ്ട് വെക്കുന്നേ ഉള്ളൂ. സാധാരണക്കാരെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു ഹൈക്ക് തന്നെയാണ്. ന്യായമായിട്ടും നമുക്ക് പുറത്ത് ഒരിടത്തും പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അതായത് ഒരു ദിവസത്തേക്ക് ഇപ്പോൾ 700 രൂപ, നേരത്തെ 580 രൂപയാണ്, ഇപ്പോൾ 700 രൂപ മാറി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ തന്നെ പ്രതിസന്ധിയിലാണ്. നമുക്കതിന്റെ വിശദാംശങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ നിലവിൽ നേരത്തെ 1-ാം തീയതി തൊട്ട് പുതിയ താരിഫ് നിലവിൽ വന്നു. ഇത് റെയിൽവേയുടെ പ്രീമിയം പാർക്കിംഗ് ആണ്. 2 തരം പാർക്കിംഗ് ഉണ്ട്. പ്രീമിയം പാർക്കിംഗ് ഉണ്ട്, നോർമൽ പാർക്കിംഗ് ഉണ്ട്. പ്രീമിയം പാർക്കിങ്ങിൽ കാറിൻ്റെ റേറ്റ് മാറിയിട്ടുണ്ട്. അതായത് ഒരു ദിവസത്തേക്ക് ഇപ്പോൾ 700 രൂപ, നേരത്തെ 580 രൂപയാണ്, ഇപ്പോൾ 700 രൂപ മാറി. അടുത്ത് പിന്നെ സാധാ പാർക്കിങ്ങിലാണെങ്കിൽ കാറിനാണെങ്കിൽ ഒരു ദിവസം 80 രൂപ, 24 മണിക്കൂറിന് 80 രൂപയും, അത് കഴിഞ്ഞ് 180 രൂപയാവും 2ാമത്തെ ദിവസം. 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അത് 300 മാറും. 4ാമത്തെ ദിവസം അത് 600 മാറും. അങ്ങനെ ആടായി പോകും. പ്രതിമാസത്തിൽ പിന്നെ പ്രതിമാസം അല്ല, ഇപ്പോൾ മാസം തോറും ഡെയിലി ആടായി പോകും. അങ്ങനെ ഓരോ ദിവസത്തേക്ക് ചാർജാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു കാറിന് ഒരു ദിവസത്തിൽ 80 രൂപ, അത് കഴിഞ്ഞ് 180 ആവും. പിന്നെ അത് 300 പോകും. പിന്നെ അത് 600 പോകും. 4ാമത്തെ ദിവസം അപ്പോൾ 600 ആവും. പിന്നെ ഓരോ ദിവസം 200 വെച്ച് ആടാവും. പിന്നെ അഡീഷണൽ ആയിട്ട് 200 വെച്ച് ആടായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു വർധനവിൻ്റെ കാരണം? ഇത് റെയിൽവേ അല്ലേ, അവരല്ലേ വർദ്ധിക്കുന്നത്, നമ്മളല്ലല്ലോ. നമ്മളിവിടെ ജോലിക്ക് കോൺട്രാക്ട് ബേസിൽ എടുത്ത് നിൽക്കുന്നവരൊക്കെ. അവർ പറഞ്ഞ താരിഫാണ് നമ്മൾ ചെയ്യുന്നത്. വളരെയധികം പ്രയാസമുള്ളൊരു ഫീസ് തന്നെയാണ് ഇത്. ഈ ഒരു ഹൈക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു ഹൈക്ക് തന്നെയാണ്. ന്യായമായിട്ടും നമുക്ക് പുറത്ത് ഒരിടത്തും പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരമായ ഒരു അനുഭവമാണ്. പാർക്കിംഗ് ഫീസിൻ്റെ അല്ല പ്രശ്നം, ലൈക്ക് നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പം ഞാനിപ്പം അവിടെ ആ പാർക്കിങ്ങിൽ പോയാലും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഇവിടെയും കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമല്ല. റേറ്റ് നമുക്ക് വണ്ടി സേഫായിട്ട് വെക്കണം, റേറ്റ് കൊടുക്കണം, പ്രശ്നമല്ല. ബട്ട് സ്പേസ് ഇല്ല. വണ്ടി പിന്നെ സേഫായിട്ട് ഇരിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം, അതുകൊണ്ട് മാത്രം. ഈ പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ചല്ലോ, സംസാരിക്കും. പാർക്കിംഗ് ആദ്യം 20 ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് 30. മതിയായ സെക്യൂരിറ്റി ഒന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് കൊണ്ടുവച്ചിട്ട് പോകുന്നേ ഉള്ളൂ. അർജൻസി കാരണം കൊണ്ട് വെക്കുന്നേ ഉള്ളൂ. വേറെ എവിടെ വെക്കാനുള്ള സ്ഥലമില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇത്രയും ഫീസ് വർദ്ധിപ്പിച്ചിട്ടും ഈ മഴയത്ത് നനയുന്നതാണല്ലോ വണ്ടി. അതെ, മഴയത്ത് നനയുന്നുണ്ട്. പിന്നെ ഹെൽമെറ്റ് വെക്കാൻ സ്ഥലമില്ല, സേഫ്റ്റി കുറവുണ്ട്, എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. നല്ല രീതിയിൽ തന്നെ ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ തന്നെ യാത്രക്കാർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.